ശക്തൻ തമ്പുരാൻ പണ്ട് 229 കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ആ പൂരത്തിന് അതിന് പല വട്ടങ്ങളിലും അതിന് മുടക്കമുണ്ടായിട്ടുണ്ട്. കാലാവസ്ഥയുടെയൊക്കെ പ്രശ്നമുണ്ടായിട്ടുണ്ട്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് പൂരം മുടങ്ങിയിട്ടുണ്ട്. അന്ന് മാതൃഭൂമിയാണ് പ്രത്യേകിച്ച് എഴുതിയത്, ഈ പൂരം തുടങ്ങണം, ഇത് ഏതെങ്കിലും 2 ദേവസ്വത്തിന് അപ്പുറത്ത് മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ആഘോഷമാണ്, അത് മുടക്കം വരാതെ ക്വിറ്റ് ഇന്ത്യ സമരം നടക്കട്ടെ, പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് പൂരം നടത്തണം എന്ന് മാതൃഭൂമി എന്ന് എഴുതി. ആ വിധത്തിൽ ലോകം മുഴുവൻ ആവശ്യപ്പെടുന്ന, ലോകം മുഴുവൻ കാത്തിരിക്കുന്ന, ഇന്ത്യയുടെ പല ഭാഗത്ത് നിന്ന്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ, ഒട്ടനവധി വിദേശികൾ, അവരെല്ലാം കടന്നെത്തുന്നു. ലക്ഷക്കണക്കിന് ആളുകളെ പൂരത്തിൻ്റെ വിസ്മയത്തിലേക്ക് തുറന്നുവിടുന്ന, വിമോചിപ്പിക്കുന്ന ഒരു പകലറുതിയിലേക്ക് തൃശ്ശൂർ ഒരിക്കൽ കൂടി അത് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കുകയാണ്. ഇതാ വരൂ, കാണൂ, ഞങ്ങളുടെ പൂരം, ഞങ്ങളുടെ കുടമാറ്റം, വരൂ മാലോകരെ എന്ന് തൃശ്ശൂർ ഒരിക്കൽ കൂടി ലോകത്തോട് വിളിച്ചു പറയുന്നു. ഇരു വിഭാഗങ്ങളും, തിരുവമ്പാടിയും പാറമേക്കാവും, ശക്തൻ വിഭാവനം ചെയ്യുമ്പോൾ ആദ്യം ഈ കുടമാറ്റത്തിൻ്റെ മത്സരമില്ലായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുവരും ചേർന്ന് ഇന്ന് ആ മത്സരത്തെ പോലും പുതിയൊരു ആഘോഷമാക്കുന്ന, ഒരു ജാതി പൂരാക്കുന്ന ആ ഒരു പൂരം വൈബിലേക്കാണ് ഇപ്പോൾ തൃശ്ശൂർ എത്തി നിൽക്കുന്നത്. ശക്തൻ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിൽ സകല സാക്ഷിയായ, സർവം സാക്ഷിയായ വടക്കുന്നാഥൻ, ഇന്ന് വടക്കുന്നാഥൻ മൂന്നാം കണ്ണ് തുറക്കില്ല, മറിച്ച് കാരുണ്യത്തിൻ്റെ വിദ്യുത് പ്രവാഹങ്ങൾ വടക്കുന്നാഥൻ പ്രസരിപ്പിക്കുന്നു. ആനന്ദത്തിൻ്റെ പുതിയ ലോകങ്ങൾ, പുതിയ പ്രപഞ്ചങ്ങൾ ആലോകർക്ക്, കാഴ്ചക്കാർക്ക് സമ്മാനിക്കുന്നു, ലോകത്തിന് സമർപ്പിക്കുന്നു. ആ പൂരക്കാഴ്ചകളുടെ ആ സിന്ദൂരക്കുറിയായി ഇതാ കുടമാറ്റം തുടങ്ങാൻ പോവുകയാണ്. അതിനായി കാത്തിരിപ്പിന്റെ മിനിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. തൃശ്ശൂർപേരൂർ എന്ന അതിസുന്ദരമായ നഗരത്തിന്റെ നടുക്ക് ഒത്ത കുന്നിൽ വടക്കുന്നാഥൻ ഇങ്ങനെ വിരാജിക്കുമ്പോൾ, വടക്കുന്നാഥൻ ഒരു സംരക്ഷകനായി ഈ തൃശ്ശൂരിനെയും ഈ ലോകത്തിനെയും സമാധാനത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും സന്ദേശം വഹിച്ചുകൊണ്ടാണ് വടക്കുന്നാഥൻ ഒട്ടേറെ ഐതിഹ്യത്തിൻ്റെ അതിപെരുമകൾ നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം. ആ ക്ഷേത്രമുറ്റത്താണ് വടക്കുന്നാഥൻ ഇന്നിവിടെ കാഴ്ചക്കാരനാണ്. പക്ഷേ എല്ലാവർക്കും അദ്ദേഹം ആതിഥ്യമരുന്നു. വരൂ, എൻ്റെ മുന്നിൽ നിങ്ങളുടെ ആഘോഷങ്ങൾ, നിങ്ങളുടെ ആനന്ദങ്ങൾ, അത് അതിർവരമ്പരില്ലാതെ ആകാശങ്ങളിലേക്ക് ഉയർന്നു പൊങ്ങട്ടെ. അത് അഖിലാണ്ടകോടി ബ്രഹ്മാണ്ടങ്ങളെയും ത്രസിപ്പിക്കുന്ന ഒരു വൈദ്യുതി പ്രവാഹമായി മാറട്ടെ നിങ്ങളുടെ ആഘോഷം. എൻ്റെ പ്രിയ ഭക്തരുടെ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത് ആനയെ കാണാൻ, മേളം കാണാൻ, കുടമാറ്റം കാണാൻ, അതിലൊക്കെ ഉപരിയായി ഇതിന് സാക്ഷ്യം വഹിക്കുന്ന വടക്കുന്നാഥൻ ഈ മണ്ണിൽ നിന്നുകൊണ്ട് പൂരാവേശത്തിൽ അലിഞ്ഞു ചേരാൻ ഇതാ ഈ കേൾക്കുന്ന ആരവമാണ് ഓരോ പൂരാവേശത്തിൻ്റെയും ഓരോ പൂരസ്നേഹിയുടെയും കണ്ഠനാളങ്ങളിൽ നിന്നുയരുന്ന ഈ ആവേശമാണ് നമ്മൾ കാണുന്ന കാഴ്ചകൾ. അത് എത്രയേറെ ട്രോളുകളിൽ വന്ന പോലെ തൃശ്ശൂരുകാരുടെ വെയിലിനെ നേരിടാനുള്ള ചങ്കൂറ്റത്തിന് മുന്നിൽ നാണിച്ച് തലതാഴ്ത്തി പോകുന്ന സൂര്യദേവ, പോയിക്കോളൂ, നിങ്ങൾക്കിവിടെ ഒന്നും ചെയ്യാനില്ല, നിങ്ങളുടെ ചൂട് എത്ര വന്നാലും അത് ഞങ്ങൾക്കൊരു വിഷയമേ അല്ല എന്ന് പറഞ്ഞ് അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ മുഴുവൻ ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ ആവേശത്തിൽ ലയിച്ചു നിന്ന ജനസമുദ്രമിതാ ഇപ്പോൾ പ്രകൃതി പോലും ഒന്ന് കരിഞ്ഞ മട്ടുണ്ട്. കാരണം കാർമേഘങ്ങൾ മാറി, ചൂടൊന്നയഞ്ഞു, ചെറിയൊരു കാറ്റ് ഇടയ്ക്ക് വന്ന് ഇങ്ങനെ തട്ടിപ്പോകുന്നുണ്ട്. അത് ഈ ചൂടിനൊരു സുഖം അല്ലേ, എല്ലാവർക്കും സുഖം. അത് ഗജവീരന്മാർക്കും ഒരു സുഖമാണ്. ആ ഇളം കാറ്റുകൂടി ഇടയ്ക്ക് ഇങ്ങനെ തുടർന്നാൽ അതിമനോഹരമായ കുടമാറ്റ കാഴ്ചയാണ് പ്രിയ പ്രേക്ഷകരെ നമ്മുടെ കൺമുന്നിലേക്ക് ഇനി വരാനിരിക്കുന്നത്. പോലീസുകാർ നിലനിൽക്കുന്നു. തിരക്ക് നിയന്ത്രിക്കാൻ വല്ലാത്ത പണിയുണ്ട് പോലീസുകാർക്ക്, എന്നതിൽ സംശയമില്ല. അവരെയും ഈ സമയത്തിൽ നമുക്ക് അവരെ ഓർത്തേ പറ്റൂ, കാരണം അത്രയേറെ വിയർപ്പൊഴുക്കുന്നുണ്ടോ. ഒപ്പം ഇതിൻ്റെ എല്ലാ സംഘാടകരും ഇതുപോലെ ലോകത്ത് ഇങ്ങനെ ഒരു പരിപാടി, ഇങ്ങനെ ഒരു ഇവന്റ് മാനേജ്മെന്റ് ഈ ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ? ഇത്രയേറെ വ്യത്യസ്തങ്ങളായ ആളുകൾ, വ്യത്യസ്തമായ കലാരൂപങ്ങൾ, വ്യത്യസ്തമായ മനുഷ്യർ പലയിടങ്ങളിൽ നിന്ന് വരുന്ന, അത് ഇത്രയേറെ സുഖകരമായി നടന്നു പോകുന്ന മറ്റൊരു ഇവന്റ് ഈ ലോകത്തുണ്ടോ വധുവേട്ടാ? ദിവിഷ്, ഇതിഹാസങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അർജുനൻ ഇന്ന അമ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇന്ന അസ്ത്രം കിട്ടാൻ, പാശുപതാസ്ത്രം കിട്ടാനൊക്കെ 12 വർഷം തപസ് ചെയ്തു എന്ന്. ഓരോ വർഷവും ഓരോ പൂരം കഴിയുമ്പോഴും തൃശ്ശൂർക്കാർ ഓരോരുത്തരും അടുത്ത വർഷത്തെ തപസ് ആരംഭിക്കുകയാണ്. ആ തപസ്, ആ വരം കിട്ടുന്നതാണ് ഇന്നത്തെ പൂരം. ആ കഴിയുന്നതോടുകൂടി അടുത്ത തപസ് ആരംഭിക്കുകയാണ്. അടുത്ത പൂരത്തിന് വേണ്ടി എന്തൊക്കെ പുതിയ കാഴ്ചകൾ സമ്മാനിക്കാനുണ്ട് എന്നാൽ ഇരുവിഭാഗവും, തിരുവമ്പാടിയും പാറമേക്കാവും ഒക്കെ സത്യം പറഞ്ഞാൽ ആ പഴയ സിനിമാ പാട്ടിൽ പറയുന്ന പോലെയാണ്. ജനം പറയുന്നുണ്ട്, നിങ്ങളൊരു പുഴയായി ഒഴുകിക്കോളൂ, ഒരു പ്രണയം ഇല്ല, കരയായി ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചോളാം എന്ന് ഈ ജനതാദി ഇരു ദേവസ്വങ്ങളോടും പറയുന്നുണ്ട്, ഇരു വിഭാഗത്തോടും പറയുന്നുണ്ട്. അതിനപ്പുറത്തുള്ള വലിയ
കാഴ്ചയുടെ ആനന്ദത്തിലേക്ക് മാറുമ്പോൾ ദിനീഷ് പറഞ്ഞതുപോലെ ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഈ ആനകൾ നിരക്കുന്ന, ഈ വാദ്യങ്ങൾ ഘോഷിക്കുന്ന, ഈ ഓരോ ഇഞ്ചും ഒരു വെറും വാദ്യങ്ങളൊന്നുമല്ല, വളരെ ശാസ്ത്രീയമായി സമന്വയിപ്പിച്ചെടുത്ത, കോർത്തെടുത്ത, ജനങ്ങളെ അതിൽ അറിയുന്നവർക്ക് കുറച്ചും കൂടി ത്രസിപ്പിക്കുന്ന ആ വാദ്യമേളങ്ങൾ, അതിനൊക്കെ അപ്പുറത്ത് ഏറ്റവും വലിയൊരു വെടിക്കെട്ടോടുകൂടി സമാപിക്കുന്നു. അപ്പോഴും ഒരു പകൽപൂരത്തിൻ്റെ ഉപചാരം ചൊല്ലിപ്പിരിയലിൻ്റെ വൈകാരികത മുഴുവൻ ബാക്കി നിർത്തുന്നു. ആ 36 മണിക്കൂർ, ആ 36 മണിക്കൂറിൻ്റെ തിലകക്കുറിയായി, ആ നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ ഇതാ തെക്കേ ഗോപുരനടയിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ്. പാറമേക്കാവ് തിരിച്ചെത്തുന്നതോടുകൂടി വീണ്ടും ആ കുടമാറ്റത്തിനുള്ള ഒരുക്കമാകുന്നു. നടവാദ്യം മുഴങ്ങുന്ന നേരമാണിത്. ഈ നടവാദ്യം മുഴങ്ങുന്ന നേരത്ത് ഇരുവിഭാഗങ്ങളും മുഖാമുഖം നിൽക്കാനുള്ള തയ്യാറെടുപ്പാണ്. കുടകൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഒരേ നിമിഷം 15 കുടകൾ 15 ആനപ്പുറത്ത് എത്തിക്കാൻ വേണ്ടി വരുന്ന ആ ആസൂത്രണ മികവ് മാത്രം മതി ഏതൊരാളെയും അസൂയപ്പെടുത്താൻ. ആ ആസൂത്രണ തികവാണ് ഈ തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൻ്റെ ഏറ്റവും വലിയ സമ്മോഹന മുഹൂർത്തമായി മാറുന്നത്. ആ ആസൂത്രണ തികവ് ആര് അതിൽ പെർഫെക്ഷൻ തികവ് പൂർത്തിയാക്കുന്നു എന്നുകൂടി അറിയാനുള്ള ആ അവസാനത്തെ മിനുക്ക് പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആരും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഒരു നൊടിയിട പോലും അലസമാവാൻ ആരും തയ്യാറല്ല. അത് പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ, അതിൻ്റെ പൂർണ്ണതയിലൂടെ ആനന്ദം പരമാവധി പകരാൻ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്.